മാർച്ച് 18 വേദപാരംഗതനായ വിശുദ്ധ സിറിലിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. വിശുദ്ധ നാട്ടിൽ നിന്ന് തന്നെ വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള ഏക വ്യക്തിയാണ് വിശുദ്ധ സിറിൽ. ക്രിസ്തുവർഷം 315 ആണ്ടിൽ ജെറൂസലത്താണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റിയും യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ പറ്റിയും യേശുക്രിസ്തു സ്ഥാപിക്കാനിടവന്ന സഭയെ പറ്റിയുമൊക്കെ ആഴത്തിലുള്ള ജ്ഞാനം സമ്പാദിച്ചിരുന്നു. വ്യക്തവും ശക്തവുമായിട്ടുള്ള നിലപാടുകളാണ് ഓരോ വിഷയത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ശ്രമകരമായി സമ്പാദിച്ച ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹം തൽപരനായിരുന്നു. ശ്രദ്ധേയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ പ്രാധാന്യമേറിയത് ദൈവശാസ്ത്ര സമാഹാരങ്ങൾ ഉൾക്കൊള്ളുന്ന 24 പ്രബോധന പ്രബന്ധങ്ങളാണ്. ഇത് ഇന്നും സഭയിലെ പ്രാമാണികത്വം കൽപ്പിക്കപ്പെടുന്ന രേഖകളായിട്ട് വേണം കരുതാൻ. അദ്ദേഹം ജനങ്ങളോട് ദിവ്യബലി മധ്യേ വിശദമായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും സംസാരിച്ചിരുന്നു. അദ്ദേഹം മെത്രാനായതിനു ശേഷം അദ്ദേഹത്തിന്റെ രൂപതയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ദിവ്യകാരുണ്യം വിശ്വാസികൾ സ്വീകരിക്കുന്നത് കൈകളിൽ എന്ന പതിവ് വിശുദ്ധ സിറിന്റെ കാലത്താണ് സഭയിൽ ആരംഭിച്ചത്. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിരുന്നു. വലത് കൈന്റെ മീതെ വിശ്വാസികൾ ഇടത് കൈ ചേർത്ത് വെച്ച് ഒരു സിംഹാസനം എന്ന രീതിയിൽ ഉണ്ടാക്കി ആ സിംഹാസനത്തിലായിരിക്കണം രാജനെ സ്വീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ വലത് കൈ കൊണ്ട് ആ ഇടത് കൈയിൽ വയ്ക്കപ്പെട്ട തിരുവോസ്തി വളരെ ഉപചാരപൂർവമായിരിക്കണം, വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം അത് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. തിരുരക്തം ഉൾക്കൊള്ളുന്നതിനു വേണ്ടി വലത് കൈ ഒരു കുമ്പിളിന്റെ രൂപത്തിൽ ആക്കിപ്പിടിച്ച് അതിൽ നൽകപ്പെടുന്ന തിരുരക്തം ആദരവോടുകൂടെ സ്വീകരിക്കാൻ ഇടവരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. വളരെ വിശദാംശങ്ങളോടുകൂടിയുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അദ്ദേഹം നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം ഇന്ന് സഭയിലെ ദിവ്യകാരുണ്യം കൈകളിൽ സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഇടവന്നത് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആരെങ്കിലും അപരിചിതമായിട്ടുള്ള നഗരങ്ങളിൽ താമസിക്കാൻ ഇടവരുമ്പോൾ അവിടുത്തെ പള്ളി ഏതാണ് എന്ന് ചോദിക്കുക എന്നതിന് പകരം കത്തോലിക്ക പള്ളി ഏതാണ് എന്ന് ചോദിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുക്കുമായിരുന്നു വിശ്വാസികൾക്ക്. കാരണം ശീഷ്മക്കാരും അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നവരും സിറിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഗുഹ പള്ളി എന്ന രീതിയിലാണ് അന്നും അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പള്ളി എവിടെ എന്ന് ചോദിക്കുന്നതിന് പകരം കത്തോലിക്ക പള്ളി എവിടെയാണെന്ന് തിരിച്ചു ചോദിക്കാൻ അതിനുള്ള നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിന്. കാരണം കത്തോലിക്ക സഭയുടെ നിർണായകത്വം അദ്ദേഹം ഉൾക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ജനങ്ങൾക്കായിട്ട് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം ബിഷപ്പ് ആയതിനു ശേഷം അന്നത്തെ ഭരണകർത്താക്കൾ അദ്ദേഹത്തിന്റെ പഠനത്തിൽ അതൃപ്തി തോന്നി അദ്ദേഹത്തെ 3 പ്രാവശ്യം നാടുകടത്താനിട വന്നു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ, എന്നാൽ അതേസമയം തന്നെ തന്റെ ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരുന്ന വിശുദ്ധ സിറിൽ അത് സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഉതകുന്ന രീതിയിൽ 71 വയസ്സ് വരെ ജീവിച്ച് ക്രിസ്തുവർഷം 386 ആണ്ടിൽ ദൈവത്തിന് തന്നെ സ്വയം അർപ്പിക്കുകയാണ് ചെയ്തത്. അത്രയും പ്രാമാണികത്വം കൽപ്പിക്കപ്പെടാവുന്ന വിശുദ്ധ സിറിലിനെ കത്തോലിക്ക സഭ 1882 ജൂലൈ മാസം 28-ാം തീയതി ലയോ 11 മാർപ്പാപ്പയാണ് വേദപാരംഗതരുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്.
അതുകൊണ്ടും കൂടി ആയിരിക്കണം ആരാധനാക്രമത്തിൽ നാം വിശുദ്ധ സിറിലിനെ പ്രത്യേകം സ്മരിക്കാൻ ഇടവരുന്നത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.